ഹലോ നമസ്കാരം. മൈൻഡ്സുമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷഹാന. എങ്ങനെ ജീവിതത്തിൽ ഹാപ്പി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഹാർഡ് ടൈംസിനെ എങ്ങനെ ഓവർകം ചെയ്യാം? എപ്പോഴും മാനസികമായിട്ട് വിഷമിച്ചിരിക്കുന്ന നിങ്ങളുടെ മനസ്സിന് ഒരു ആശ്വാസമാകാനും അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഹാപ്പിനെസ് ഉണ്ടാവാനും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. നമ്പർ 1, ടുഡേ ഈസ് ജസ്റ്റ് എ ചാപ്റ്റർ ഓഫ് യുവർ ലൈഫ്, നോട്ട് എ ഹോൾ ലൈഫ് സ്റ്റോറി. ഇന്നെന്നുള്ളത് അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രതിസന്ധി അത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ചാപ്റ്റർ മാത്രമാണ്. അല്ലാണ്ട് നിങ്ങളുടെ ജീവചരിത്രത്തിലെ മുഴുവൻ അധ്യായങ്ങളും ഇവിടെ അവസാനിച്ചിട്ടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതായത് നമ്മുടെ പാസ്റ്റിൽ സംഭവിച്ചിട്ടുള്ള പല കാര്യങ്ങളും ആലോചിച്ച് വെറുതെ വിഷമിക്കാതിരിക്കുക. എനിക്ക് അങ്ങനെ പറ്റിയില്ലേ, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊന്നും ആലോചിച്ചിട്ട് യാതൊരു കാര്യമില്ല. നമുക്ക് നമ്മുടെ പാസ്റ്റിൽ പോയിട്ട് എഡിറ്റ് ചെയ്യാൻ സാധിക്കില്ല, അല്ലെങ്കിൽ ടൈം ട്രാവൽ ചെയ്തിട്ട് അങ്ങോട്ട് പോകാൻ സാധിക്കില്ല. സോ നമ്മളെപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത് നമ്മളുടെ പ്രസൻറ്റും ഫ്യൂച്ചറും ആണ്. ഇനി എങ്ങനെ ഇതിനെ ഓവർകം ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് കുറച്ചുകൂടെ ബെറ്റർ ആവാൻ എന്തെല്ലാം ചെയ്യാൻ സാധിക്കും എന്നുള്ളതിലേക്ക് ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്പർ 2, നമ്മുടെ പരിധിയിലുള്ള കാര്യങ്ങളെ മാത്രം ഫോക്കസ് ചെയ്യുക. നമ്മുടെ കൺട്രോളിൽ അല്ലാത്ത കാര്യങ്ങളെ ഓർത്ത് വിഷമിക്കാതിരിക്കുക എന്നുള്ളതാണ്. അതായത് ചില ആളുകളുണ്ട്, ചെറിയ കാര്യങ്ങൾക്ക് അവരെ കൊണ്ട് അവിടെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല, അല്ലെങ്കിൽ ഡയറക്റ്റ്ലി അവരെ എഫക്റ്റ് ചെയ്യാത്ത ഒരു കാര്യം ആലോചിച്ച് സദാസമയം അങ്ങനെ വിഷമിച്ചിരിക്കും. അതായത് ഇപ്പോൾ ഈ അർജന്റീനയ്ക്ക് കപ്പ് കിട്ടിയില്ലെന്നോ, അല്ലെങ്കിൽ ആടുജീവിതത്തിന് അവാർഡ് കിട്ടിയില്ല, അങ്ങനെ ചെറിയ എന്തെങ്കിലും അവരെ ഡിസപ്പോയിന്റഡ് ആക്കുന്ന ഒരു കാര്യം തന്നെ ആയിരിക്കും അത്. എന്നിരുന്നാലും അത് ആലോചിച്ച് നമ്മളെ ഡയറക്റ്റ്ലി ബാധിക്കാത്ത ഒരു കാര്യത്തെ ആലോചിച്ച് ഇങ്ങനെ സദാസമയം വിഷമിച്ചാൽ അത് നമ്മുടെ മെന്റൽ ഹെൽത്തിനെ പിന്നീട് നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യും എന്നുള്ളത് നമ്മൾ ഓർക്കുക. നമ്പർ 3, സംടൈംസ് വി ജസ്റ്റ് നീഡ് എ ഹെൽപ്പ്, സോ ഡോണ്ട് ബി ഷൈ ടു ആസ്ക് ഫോർ ഇറ്റ്. ചില സമയത്ത് നമുക്ക് എല്ലാവർക്കും ആരുടെങ്കിലൊക്കെ സഹായം വേണ്ടി വരും. കാരണം നമ്മൾ ഇമോഷണലി, ഫിസിക്കലി, ഫിനാൻഷ്യലി ഒക്കെ തകർന്നു പോകുന്ന അല്ലെങ്കിൽ ഭയങ്കര വീക്കാവുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിരിക്കാം. അത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് ഒറ്റയ്ക്ക് ചിലപ്പോൾ ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടായി എന്ന് തോന്നിയേക്കാം, അല്ലെങ്കിൽ ഇനി നിങ്ങളെ കൊണ്ട് പറ്റില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലിയോ റിലേറ്റീവ്സോ നമുക്ക് ജെനുവിൻ ആണെന്ന് തോന്നുന്ന ആരുമായിക്കോട്ടെ അവരോട് ഒരു ഹെൽപ്പ് സീക്ക് ചെയ്യുന്നതിൽ മടി കാണിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. നമ്പർ 4, ദർ വിൽ ബി ഹാർഡ് ഡേയ്സ് ബട്ട് ദേ വോണ്ട് ലാസ്റ്റ് ഫോർ എവർ. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വിഷമങ്ങളുള്ള, പ്രതിസന്ധികളുള്ള ദിവസങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷെ അത് എന്നേക്കുമായിട്ട് അങ്ങനെയാണ് എന്നല്ല എന്ന് മനസ്സിലാക്കുക. അതായത് ഇതിന്റെ ഗ്രാഫ് ഇങ്ങനെ കൂടിയും കുറഞ്ഞു ഇരിക്കും. ചില സമയത്ത് വളരെയധികം സങ്കടങ്ങളുള്ള ദിവസങ്ങൾ ഉണ്ടായേക്കാം, പക്ഷെ അതിനുശേഷം നല്ല ദിവസങ്ങൾ വരും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടാവണം. ജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. എല്ലായ്പ്പോഴും സന്തോഷം മാത്രമാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയെന്ന് വരില്ല, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെന്റ് ഉണ്ടായാൽ അതിൽ നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്തെന്ന് വരില്ല. പക്ഷെ കുറച്ച് സങ്കടങ്ങൾക്ക് ശേഷമുള്ള ഒരു സന്തോഷത്തിന് അതിന് പ്രത്യേക മധുരവും രുചിയും ഒക്കെ തോന്നും. അങ്ങനെയല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്റ്റോറി ഉണ്ട്. അതായത് നമ്മുടെ അക്ബർ ചക്രവർത്തി ഒരിക്കൽ ബീർബലിനോട് പറയുണ്ടായി, ഈ ബോർഡിൽ ഒരു വാചകം എഴുതണം, പക്ഷെ ഒരു നിബന്ധനയുണ്ട്. നമ്മൾ വളരെ ദുഃഖത്തിലായിരിക്കുന്ന സമയത്ത് അതിലേക്ക് നോക്കിയാൽ നമുക്ക് സന്തോഷം തോന്നണം, നമ്മൾ സന്തോഷിച്ചിരിക്കെ അതിലേക്ക് നോക്കിയാൽ നമുക്ക് ദുഃഖം തോന്നണം. അങ്ങനെ ഒരു വാചകമാണ് എഴുതേണ്ടത് എന്ന്. അദ്ദേഹം അധികം താമസമില്ലാതെ പെട്ടെന്ന് തന്നെ ഒരു വാചകം എഴുതുന്നുണ്ട്. ഈ സമയവും കടന്നു പോകും. ഒന്ന് നോക്കൂ, എത്ര ലളിതമായിട്ടാണ് വളരെ വലിയൊരു യാഥാർത്ഥ്യത്തെ അദ്ദേഹം അവിടെ എഴുതി കാണിച്ചത്. നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളൊക്കെ അങ്ങനെയാണ്. അതെല്ലാം തരണം ചെയ്യാൻ നമുക്ക് സാധിക്കും. കാലത്തിന് ഉണക്കാൻ കഴിയാത്ത മുറിവുകളില്ല. മോശം ദിവസങ്ങൾക്ക് ശേഷം നല്ല ദിവസങ്ങളും ഉണ്ടായിരിക്കും എന്നുള്ളത് തീർച്ചയാണ്. നമ്പർ 5, ഡോണ്ട് ഹേറ്റ്. ആരോടും ഒരു വെറുപ്പ് സൂക്ഷിക്കാതിരിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ ലൈഫ് വളരെയധികം ഷോർട്ടാണ്. സോ ആ ഒരു കുറഞ്ഞ സമയത്തിൽ നമ്മൾ മറ്റുള്ളവരോട് വെറുപ്പ് കാണിച്ചിട്ടും ദേഷ്യം കാണിച്ചിട്ടും നമ്മുടെ ടൈം വേസ്റ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അതുപോലെ നമ്മൾ മറ്റുള്ളവരോട് ഇങ്ങനെ വെറുപ്പ് സൂക്ഷിച്ചാൽ നമ്മുടെ മനസ്സിൽ തന്നെ അതൊരു നെഗറ്റീവ് തോട്ട് ഉണ്ടാക്കാനും നമ്മുടെ മെന്റൽ ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ, അതായത് ചില നെഗറ്റീവ് ഹോർമോൺസ് ആയിട്ടുള്ള കോർട്ടിസോൾസും നോറോഫിനെഫ്രിനൊക്കെ റിലീസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പം അത്തരം സിറ്റുവേഷനിൽ അത് നമുക്ക് തന്നെ മാനസികപരമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. നമ്മുടെ മാനസിക ആരോഗ്യത്തെ തന്നെ അത് നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. നമ്പർ 6, ഡോണ്ട് കമ്പയർ യുവർ സെൽഫ് വിത്ത് അതേഴ്സ്.
നമ്മുടെ ജീവിതത്തെ മറ്റൊരാളുമായിട്ട് എപ്പോഴും താരതമ്യം ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ചില ആളുകളുണ്ട്, അവൻ്റെ അത്രയും സൗന്ദര്യം എനിക്ക് കിട്ടിയില്ല, അല്ലെങ്കിൽ അവൻ്റെ അത്രയും സക്സസ്ഫുൾ ആവാൻ എന്നെ കൊണ്ട് പറ്റിയില്ല എന്നിങ്ങനെ നിരാശരായിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെ, നമ്മുടെ നെയ്ബറിന് നമ്മളെക്കാൾ നല്ലൊരു ജോബ് കിട്ടി, നമ്മളെക്കാൾ സാലറി ഉള്ളൊരു ജോബ് കിട്ടിയാൽ നമ്മൾ അതിൽ ഭയങ്കര നിരാശരാവുക. അതായത് അവൻ എന്നേക്കാൾ നല്ല ജോബ് കിട്ടി, എന്നേക്കാൾ സാലറി ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഭയങ്കര ഡിസപ്പോയിന്റഡ് ആയിട്ട് ചിന്തിക്കാൻ പാടില്ല. ശരിയാണ്, നമുക്ക് നല്ലൊരു സാലറി ഉള്ള ജോബ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്ത് അത് നേടാൻ ശ്രമിക്കണം. പക്ഷേ അപ്പോഴും നമ്മൾ മറ്റൊരാളുമായിട്ട് കമ്പയർ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. കാരണം നമ്മൾ അങ്ങനെ ചെയ്തു തുടങ്ങിയാൽ, അല്ലെങ്കിൽ ഒരു കോമ്പറ്റേറ്റീവ് മൈൻഡ് വെച്ചിട്ട് എല്ലാം കണ്ടു തുടങ്ങിയാൽ നമുക്ക് ഒരിക്കലും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹാപ്പി ആയിരിക്കാൻ വേണ്ടി മറ്റൊരുപാട് ഫിസിക്കൽ ആക്ടിവിറ്റീസിലൊക്കെ ഏർപ്പെടാൻ സാധിക്കും. യോഗ ചെയ്യാം, മെഡിറ്റേഷൻ ചെയ്യാം, മറ്റുള്ള വർക്കൗട്ടുകളൊക്കെ ചെയ്യാൻ സാധിക്കും. അത്തരം സിറ്റുവേഷനിൽ നമ്മുടെ ബോഡിയിൽ ഹാപ്പി ഹോർമോൺസ് ആയിട്ടുള്ള ഡോപ്പമിൻ, സെറോട്ടോണിൻ തുടങ്ങിയിട്ടുള്ള ഹോർമോൺസ് ഒക്കെ റിലീസ് ആവുന്നുണ്ട്. അതുപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കുക, ഇഷ്ടപ്പെട്ട ആളുകളുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക, ട്രാവൽ ചെയ്യുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ മെൻ്റൽ ഹെൽത്ത് എന്നുള്ളത് നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് പോലെ തന്നെ ഇമ്പോർട്ടൻറ്റുമാണ്. നമ്മുടെ മെൻ്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും പരസ്പരം കണക്റ്റഡുമാണ് എന്നുള്ള കാര്യം തിരിച്ചറിയുക. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്